അച്ഛനെ ഉറക്കാത്ത വീട് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. നേതൃമാറ്റം വേണോ വേണ്ടിയെന്ന് പാർട്ടി ചർച്ച ചെയ്യും. അതല്ലേ നോക്കുന്നത്. ഞാൻ അത് എന്റെ കാര്യത്തിൽ അച്ഛനെടുത്ത നിലപാടെന്താ? നമസ്കാരം. അച്ഛൻ്റെ കാലത്ത് പുഴുങ്ങിയതും മുളച്ചു, മകൻ്റെ കാലത്ത് വറുത്തതും മുളച്ചു എന്നൊരു ചൊല്ലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സൽസന്താനമാണ് ബിനീഷ് കോടിയേരി. പിണറായി വിജയൻ്റെ വീഴ്ചയ്ക്ക് ഇത്രയേറെ ആഘാതമുണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ ബിനീഷ് മോൻ കൂടിയാണ്. പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് ക്യാപ്സൂൾ ഇറക്കി കളിക്കുകയാണ് ബിനീഷ് കോടിയേരി. പക്ഷേ ഓരോ ദിവസവും ഇയാൾ വാങ്ങിച്ചു കൂട്ടുന്ന തെറികൾക്ക് കയ്യും കണക്കുമില്ലതാനും. സ്വന്തം പാർട്ടിക്കാരും സൈബർ ചാവേറുകളും പോലും ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളാണ് ബിനീഷ് കോടിയേരി നടത്തിയത്. കയ്യിലിരിപ്പ് മോശമായതിനാൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി കൊടുത്തില്ല. പാർട്ടി അംഗത്വം തിരിച്ചു കിട്ടാനായി അതിയാൻ ചെയ്യാത്ത പണികളില്ല. ഗോവിന്ദൻ കോടിയേരി കുടുംബത്തോട് വല്ലാത്ത അകലം പാലിച്ചു. ബിനീഷ് കോടിയേരിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു കാലത്തും ആ മോഹം നടന്നില്ല. കോടിയേരി സഖാവ് അല്പം നന്മയുള്ള മനുഷ്യനായിരുന്നു. പുത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രനെന്നാണല്ലോ വിശ്വാസം. സത്യസന്ധനായ ഒരു മനുഷ്യനെ നരകക്കുഴിയിൽ തള്ളുകയായിരുന്നു കോടിയേരിയുടെ രണ്ടു മക്കളും ചെയ്തത്. അങ്ങനെ മനം നൊന്ത് സ്വയം ഉരുകിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അകാലത്തിൽ മരിച്ചുപോയത്. ഇളയ മകനായ ബിനീഷ് മോൻ മയക്കുമരുന്ന് കേസിൽപ്പെട്ട എത്രയോ കാലം അകത്ത് കിടന്നു. പുള്ളി ഇപ്പോഴും പറയുന്നത് ഞാൻ നിരപരാധിയാണെന്നാണ്. മൂത്ത മകനാണെങ്കിൽ വിപ്ലവം നടത്താൻ ബീഹാറിലേക്കാണ് പോയത്. പോലീസ് പിടിച്ചുകെട്ടി DNA ടെസ്റ്റ് നടത്തിയാണ് ഒരു കൊച്ചിൻ്റെ പിതൃസ്ഥാനം തലയിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ളതിനാൽ മൂത്ത മകനെ പ്രത്യക്ഷത്തിലെങ്ങും കാണാനില്ല. ആ കുറവ് നികത്തുന്നത് ബിനീഷ് കോടിയേരിയാണ്. കോടിയേരിയുടെ മരണശേഷം ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനോദിനി കരയുന്നത് നമ്മൾ കണ്ടതാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാത്തതിൻ്റെ ദുഃഖം അവരിപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. എത്ര തിടുക്കത്തിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയ ശേഷം പിണറായി വിജയൻ കുടുംബസഹിതം ലോകയാത്രയ്ക്ക് പുറപ്പെട്ടത്. തനിക്ക് അംഗത്വം തിരിച്ചു കിട്ടാഞ്ഞതിൻ്റെ സങ്കടത്തിൽ ക്യാപ്സൂൾ കമ്മിയായി സൈബർ പോരാളിയായി വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിനീഷ് കോടിയേരി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴതാ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ്റെ വാടക വീട്ടിലേക്ക് ED സംഘം റെയ്ഡിന് ചെല്ലുന്നു. പെട്ടെന്ന് ബിനീഷ് കോടിയേരിക്ക് ഒരു ഐഡിയ തോന്നി. പാർട്ടി ഗുണ്ടകളെ മുഴുവൻ ആ വീടിൻ്റെ മുമ്പിലേക്ക് ഇയാൾ വിളിച്ചു വരുത്തി. മുതിർന്ന നേതാക്കൾ പോലും അറിയുന്നതിന് മുമ്പ് ഗുണ്ടകൾ അവിടെ നിരന്നു. പിന്നീട് നടന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു. ഗുണ്ടകളിൽ നിന്നും ED സംഘത്തെ രക്ഷിക്കാൻ ഇദ്ദേഹം കാറിന് മുമ്പിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ ജനങ്ങൾ കണ്ടതാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയ കുറേ എണ്ണത്തിനെ അകത്താക്കിയപ്പോൾ ഈ മോന് സമാധാനമായി. എന്തായാലും ബിനീഷിൻ്റെ പ്രകടനത്തിൽ പൂർണ്ണ തൃപ്തനായ പിണറായി വിജയൻ പിറ്റേന്ന് തന്നെ ഗോവിന്ദനോട് പറഞ്ഞ് അംഗത്വം കൊടുപ്പിച്ചു. പാർട്ടിയെ നശിപ്പിക്കാൻ ED സംഘം നേതാക്കളെ വേട്ടയാടുകയാണെന്നാണ് ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴത്തെ പ്രധാന പരിപാടി VD സതീശനെ വിമർശിച്ച് തകർക്കുക എന്നുള്ളതാണ്. മയക്കുമരുന്ന് വംശത്തിൻ്റെ കുലം മുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല തൂഫാനുമായി ഇറങ്ങിയിട്ടും ഇത്രയും കലിപ്പില്ല. രമേശ് ചെന്നിത്തലയെ ഈ ബിനോയ് മോനും അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ചെന്നിത്തലജി ഒരുപാട് CPM നേതാക്കളുടെ മക്കൾക്ക് അങ്കിൾ ആണ്. പക്ഷേ ഇത്തരം വർഗ്ഗങ്ങളെ ഒന്നും VD സതീശൻ 7 അയലത്ത് അടുപ്പിക്കാറില്ല. ഒരു ദിവസം 3 നേരമെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നുണയനെന്നും കള്ളനെന്നും വിളിച്ച് ആക്ഷേപിച്ചില്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരില്ല. കേരളത്തിൻ്റെ ഓരോ കോണിൽ നടക്കുന്ന സംഭവങ്ങളും അപ്പോഴപ്പോൾ DYFI ബിനീഷ് കോടിയേരിക്ക് റിപ്പോർട്ട് ചെയ്തു കൊടുക്കും. പ്രളയകാലത്ത് സർക്കാരിനെതിരെ വല്ലതുമൊക്കെ പറഞ്ഞു പോയാൽ പിണറായി പിടിച്ച് അകത്താക്കുന്നതായിരുന്നു പഴയ രീതി. ഇയാൾ തട്ടിമൊളിക്കുന്ന നെറികെട്ട പോസ്റ്റുകൾ മാത്രം മതി ഈ ബിനീഷിനെ പിടിച്ചകത്താക്കാൻ. കേരളമാകെ വീശിയടിച്ച തൂഫാൻ കൊടുങ്കാറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചതിനെ പറ്റിയോ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതിനെ പറ്റിയോ ഇയാൾ ഒരു വരി പോലും എഴുതിയിട്ടില്ല. മയക്കുമരുന്ന് കേസിൽ പെട്ടതോടെ കോടിയേരിയുടെ ഇളയ മകൻ്റെ പേര് ബീഡിയേരി എന്ന് ജനം തിരുത്തി. മറ്റൊരു പേര് കൊച്ചച്ഛൻ എന്നാണ്. ബിനീഷ് സിനിമയിൽ അഭിനയിച്ചു, അവിടെ രക്ഷപ്പെട്ടില്ല. സ്പോർട്സിലിറങ്ങി, അതും ഗുണം പിടിച്ചില്ല. രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമല്ല. ആകെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഈ സൈബർ ക്യാപ്സൂളുകളും FB പോരും മാത്രമാണ്. തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച വർഗവഞ്ചകനെ വീട്ടിൽ കയറ്റി സൽക്കരിച്ചതിൻ്റെ പേരിൽ പാർട്ടി ബിനീഷിനോടും കുടുംബത്തിനോടും പിണങ്ങി നിൽക്കുകയാണ്. വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നാണ് ബിനീഷും അമ്മയും പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ
ഏതെങ്കിലും നേതാക്കളൊക്കെ ചെന്ന് കണ്ടാലുടൻ വർഗീയവാദിയാക്കി ചിത്രീകരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ വലിയ വിപ്ലവകാരിയായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ പൂമൂടൽ വഴിപാട് നടത്തിയത്. കണ്ണൂർ മൊട്ടുമ്മൽ കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യ വിനോദിനി എന്നാണ് വഴിപാട് ഷീട്ടാക്കിയത്. നോക്കണേ, വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും പ്രസംഗിച്ച് നാട്ടുകാരെ അവിശ്വാസികളാക്കി കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ പൂമൂടൽ മുതൽ വെടിവഴിപാട് വരെ നടത്തും. അതാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുടെ ജീവിത രീതി. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കേൾക്കുകയോ എഴുതുകയോ ചെയ്യാത്ത ശുദ്ധ നുണകൾ വരെ ഈ ബിനീഷ് കാർഡാക്കി അടിച്ചിറക്കും. കേരളത്തിൽ പിണറായി യുഗം അവസാനിച്ചു എന്ന ഭീകരമായ തിരിച്ചറിവിൻ്റെ വിഭ്രാന്തിയിലാണ് കേരളത്തിലെ സകല കമ്മിക്കൂട്ടങ്ങളും. വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചതല്ലേ, അനുഭവിച്ചോ എന്നാണ് ഓരോ സഖാവും ഫേസ്ബുക്കിൽ എഴുതുന്നത്. അവർക്ക് മയക്കുമരുന്ന് വിൽക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല, ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ കഴിയുന്നില്ല, സഹകരണ ബാങ്കിന് കൊള്ളയടിക്കാൻ പറ്റില്ല, ഗുണ്ടാപ്പിരിവും അധികാരത്തിൻ്റെ ധാർഷ്ട്യവും കാണിക്കാൻ കഴിയുന്നില്ല, പോലീസുകാരെ വരച്ച വരയിൽ നിർത്തി രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ കഴിയുന്നില്ല, പ്രളയഫണ്ട് തട്ടിക്കാനും ക്യാമ്പുകൾ കയ്യേറാനും കഴിയുന്നില്ല. ഈ ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് അവർ പരസ്പരം പറയുന്നത് അനുഭവിച്ചു കൊള്ളാൻ.